ഒരു സാധനം ഇവിടെ വെച്ചാ കാണൂല. തങ്കം, ഓ ഇവിടെയുള്ള ചീപ്പ് എവിടെ? ഇവിടെയുള്ള ചീപ്പ് എവിടെയെന്ന്? നിൽക്കുന്ന വെള്ളം ഇട്ട്. തങ്കം, നിങ്ങൾ കുടുംബപരമായിട്ട് വളിച്ച തമാശയുടെ ആൾക്കാരാണെന്ന് എനിക്കറിയാം. ഇനി നീയായിട്ട് അത് ഒന്നുകൂടെ തെളിയിക്കണ്ട കേട്ടോ. എവിടെ പോകുന്നു? ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പൊ എനിക്ക് 24 മണിക്കൂറും കർമ്മനിരതനായിട്ട് നിൽക്കേണ്ട ആവശ്യങ്ങളുണ്ട്. പൊതുപ്രവർത്തകൻ 24 മണിക്കൂറും കർമ്മനിരതനായിട്ടിരിക്കണം. പെണ്ണുകാണല്ലോ? പെണ്ണ് കാണാനൊന്നുമില്ല. ഇന്ന് മുഴുവൻ ഞാൻ ക്ലീറ്റസിന്റെ കൂടെ. നല്ല ചൂടല്ലേ, ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് നനയ്ക്കണം. കടപ്പുറത്ത് അല്ലേ? കടൽക്കാറ്റൊക്കെ കൊണ്ട് കാലൊക്കെ ഒന്ന് നനച്ച്. എവിടെ? ശംഖുമുഖത്തോ? ഇവിടെ കടലുള്ളത് എവിടെയൊക്കെയാണ്? ശംഖുമുഖം, വിഴിഞ്ഞം, പൂവാറ്, ഇതിലെവിടെയെങ്കിലും ആയിരിക്കും. എവിടെയാണെങ്കിലും ഞങ്ങളും വരുമല്ലോ. കടലൊക്കെ കാണാൻ എനിക്കും ഇഷ്ടം. എവിടെയാന്ന് പറയണ്ട മര്യാദക്ക്. അത് പിന്നെ അത് നിനക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. എന്നാ പറയാം, നിന്റെ ആങ്ങളയുടെ KSEB ഓഫീസ് ഉപരോധിക്കാൻ പോവാണ്. സപ്ലൈകോയിൽ ഭയങ്കരമായിട്ട് അരി കടത്തെ. അപ്പൊ അതിനെതിരെ KSEBിയുടെ മുമ്പ് ഇപ്പൊ ഞങ്ങളൊന്ന് സമരം ചെയ്യാൻ വേണം. അമ്മാനും കൂടെ വരട്ടെ. കണ്ടോ, ഇതാണ് ഈ മനുഷ്യന് തോന്നിയാസം. കുറച്ചു മുമ്പല്ലേ ക്ലീറ്റോ പറഞ്ഞ അവനെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് എന്താന്ന് ചെറുക്കനെ ഉപദ്രവിക്കാഞ്ഞിട്ട്? പെണ്ണെന്താ പൊട്ടിയാണത്? അത് വെറുതെ നിന്നെ ചൊറിയാൻ വേണ്ടി ഓരോന്ന് പറയില്ല. അങ്ങോട്ടൊന്നല്ല, ഞങ്ങള് വേറൊരു സ്ഥലത്തേക്കാ. ആണോ? ഒരു നല്ല കാര്യത്തിനാ വന്നിട്ട് പറയാം. പോണ വഴിക്ക് ചിലപ്പോ അവിടെ കയറി ഒന്ന് ഉപരോധിച്ചു. ഇന്റെ കൂടെ അല്ലേ വരുന്നത്, ഞാൻ അതിനൊക്കെ കൂട്ടിക്കോ. ഈ വന്നാടാ വെറുതെ അവളെ അമ്മാവനാ നയിക്കൽ. എന്നത്തെ ഞാൻ എന്തോ വന്നില്ലേ? എന്റെ ഭർത്താവ് വന്നില്ലേ? ആ അമ്മാവനും കൂട്ടി വേറെ എവിടെ പോയേക്കുമല്ലേ? വേറെ അങ്ങല്ല പോയത്, എന്നെ നാറ്റിക്കാൻ വന്നാ. എവിടെ? KSEB ഓഫീസിൽ. എന്തിന് KSEB ഓഫീസിലാണ്? അവിടെ സീനിയർ ലൈൻമാൻ ചന്ദ്രേട്ടന്റെ സെന്റ് ഓഫ് ആയിരുന്നു. അവിടെ കയറി വന്നേക്കുന്നത് ഏവൈ അമ്മാവൻ ഇവർ ഓരോ അണികള്. അവൻ ആരെങ്കിലും വിളിച്ചിട്ടാണോ വന്നത് ഇവിടെ? എന്നിട്ടോ അവിടെ ആകെ കുളമാക്കിയവന്മാര്. എന്ത് ചെയ്യുമെന്ന് ചുമ്മാ ഓരോന്ന് പറയല്ലേ നീ. ശരിക്കും ഞാൻ അന്വേഷിച്ചപ്പോഴേ ഇവന് യാതൊരു ബന്ധവുമില്ല. ഇവനോ ഇവന്റെ അണികൾക്കോ ചന്ദ്രേട്ടനായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നെ നാറ്റിക്കാൻ വേണ്ടി മാത്രം വന്നതാ. വരുന്നുണ്ട്. രണ്ട് പാട്ടുകൂടെ പാടണം. അമ്മാവൻ താളം പിടിച്ചപ്പോൾ 2 പാട്ടുകൂടെ പാടിയാൽ കൊള്ളാം. ഞാൻ അങ്ങനെടാ നല്ലൊരു കലാകാരനെ. നീ നാറ്റിക്ക് പറഞ്ഞപ്പോ എത്രയും പ്രതീക്ഷിച്ചില്ലേ? ഭയങ്കര മോശമായിപ്പോയി. പക്ഷെ അമ്മാവന് കൂട്ടുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ എന്താ ചെയ്ത്? വിളിക്കാത്തടത്തൊക്കെ എന്തിനാ കയറി വരുന്നത്? വിളിക്കാത്തടുത്ത് അഴകേശം കയറി വരെ. എന്റെ പട്ടി വരും. എന്നെപ്പം വിളിച്ചിട്ടാ ഞാൻ പോയത്. അവൻ ആര് വിളിച്ചു? അവനെ ചന്ദ്ര സാറ് വിളിച്ചു. ആരും വിളിച്ചില്ല അവനെ. പോടാവുന്നത്. അങ്ങനെ വിളിക്കാണ്ടൊക്കെ കയറി ചെന്നവരാരും മൈൻഡ് ഇല്ല. ഇത് ഞങ്ങൾ ചെന്ന വഴിക്ക് ഒരു ക്ലീറ്റസ് എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിരുത്തി ഞങ്ങൾക്ക് എല്ലാം തന്നു. എന്ത് സന്തോഷത്തിലാണ് അവര് പറഞ്ഞയച്ചത്. അത് എന്റെ അളിയനാണെന്ന് അറിയാന്നുള്ളതുകൊണ്ട്. അല്ല, അവൻ ആരും വിളിച്ചിട്ടില്ല അവിടെ. ഞാൻ അന്വേഷിച്ചല്ലോ, അവൻ ഒരു മനുഷ്യൻ വിളിച്ചിട്ടില്ല. അവൻ വന്നപ്പോട്ട് അമ്മാവനെ കൊണ്ടുവന്നു. അത് മാത്രമല്ല അവന്റെ അണികളെ വിളിച്ചോണ്ടിരിക്കുന്നത്. അവിടെ ഇരുന്ന് വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കുകയും ചെയ്തു. സത്യം പറ ക്ലീറ്റോ, ഇവിടെ നോക്ക്. നിങ്ങൾ എവിടെ പോയത്? നിങ്ങൾ വിളിക്കാത്തടത്താണ് കയറി ചെന്നത്. അതെ തങ്കം, നടരാജന്റെ ഭാര്യയുടെ അമ്മയുടെ അനിക്ക്. നിനക്ക് തിന്നാനാ കുടിക്കാനോ ആണെങ്കിൽ ഞാൻ പൈസ തരുമായിരുന്നു. ഇത് വെറുതെ എന്നെ നാറ്റിക്കപ്പെടി. അവിടെ എല്ലാ ഉദ്യോഗസ്ഥരിയ്ക്കുന്നു. അവരെന്നോട് ചോദിക്കുക, അവരെന്നെ ഓരോരുത്തർ നോക്കുക, മാറി ഒന്ന് കളിയാക്കി ചിരിക്കുക. എന്റെ അളിയനും അമ്മാവനും അവന്റെ കൂട്ടുകാരന്മാരോട് വന്നിട്ട് വെള്ളം അടിച്ച് പാട്ടും പാടി കുഴഞ്ഞ് അവിടെ ഡെസ്കും മറിച്ചിട്ട്. ഒരു ഡെസ്കും മറിഞ്ഞിട്ടില്ല മോളെ. മറിഞ്ഞു, 2 ഡെസ്ക് മറിഞ്ഞു. നാറ്റ കേസായി പോയി. അവൻ പോട്ടെ, പക്ഷെ അമ്മാവ ഇങ്ങനെ കാണിക്കും ഞാൻ ഒട്ടും വിചാരിച്ചില്ലടാ. സത്യം പറയടാ, ക്ഷണിച്ചോടത്തേക്കല്ലേ നീ അമ്മാവനെ കൊണ്ടുപോയേ? ക്ഷണിച്ചില്ലേ അവര്? ക്ഷണിച്ചില്ലേ? അവൻ മിണ്ടൂല. അവൻ എന്തിനു മിണ്ടണം? അവനൊരു ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, എന്നെ നാറ്റിക്കുക എന്നുള്ളത്. അത് നടന്നല്ലോ. പക്ഷെ നഷ്ടാമ്മാവനാ. ഞാൻ രാവിലെ ഒരു കല്യാണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഗോപി. അത് തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. എന്ത് ബന്ധം?
ഇന്ന് ഫംഗ്ഷൻ നടത്തിയില്ലേ, ഈ ചന്ദ്രേട്ടന്റെ ഭാര്യയുടെ അനിയത്തിയായിരുന്നു പെണ്ണ്. ഇറങ്ങാൻ നേരത്തെ ചന്ദ്രേട്ടൻ അടുത്ത് ചോദിച്ചു, ഈ വിളിക്കാത്ത കല്യാണത്തിൽ പോകുന്നവന്മാരെയും വെള്ളമടിച്ച് ഇങ്ങനെ ആഭാസത്തരം കാണിക്കുന്നവരൊക്കെയാണോ ഞാൻ എന്റെ അനിയത്തി കെട്ടിച്ചു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാനെന്ത് പറയണം? അല്ലാതെ താമസിച്ചോക്കി എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയപ്പോ സമാധാനം